തമിഴ്നാട്ടിലാണല്ലോ എല്ലാവരുടെയും ചർച്ച. അവിടെ വിജയ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് തമിഴ്നാട് ജനത. TVKക്ക് ഇത്ര വലിയൊരു ജയം അത് കൊടുക്കുക എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 108 സീറ്റുകൾ. പക്ഷെ ഇപ്പോഴും 118 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്താൻ TVKക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ TVK 2 ആഴ്ചയ്ക്കുള്ളിൽ എത്തും എന്ന് ഗവർണർക്ക് ഇമെയിൽ വഴി TVKയുടെ ഭാഗത്ത് നിന്നും ഒരു മെയിൽ പോയിട്ടുണ്ട്. ആ മെയിൽ പറയുന്നത് ഇപ്രകാരമാണ്: മെജോറിറ്റി എന്ന 118 അംഗം 2 ആഴ്ച കൊണ്ട് പ്രൂവ് ചെയ്തെടുക്കും, അതുകൊണ്ട് കാലതാമസം വേണമെന്നുള്ളതാണ് TVK ഗവർണർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന മെയിലിൽ സൂചിപ്പിക്കുകയും ചെയ്തത്. അതായത് TVK ശക്തമായ രീതിയിൽ മാറും. തമിഴ്നാട് രാഷ്ട്രീയം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരാൻ പോകുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ പല രീതിയിലുമുള്ള മാജിക്കൽ കാണും. കണ്ണടയ്ക്കാതെ കണ്ണു തുറന്ന് കൈകെട്ടി നോക്കിയിരിക്കുക, തമിഴ്നാടിൽ വിസ്മയങ്ങൾ സംഭവിക്കുമെന്നുള്ള രീതിയിലേക്ക് ഇനി അടുത്ത കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും മാറ്റങ്ങൾ സംഭവിക്കും. TVK 118 എന്ന മാജിക്കൽ ഫിഗറിൽ എങ്ങനെ എത്തും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം അവിടെ എല്ലാ രീതിയിലും ഒരാളുമായിട്ടും സഖ്യം ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്ന് വിജയ് ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. വെറും 2 വർഷം 2 മാസം മാത്രം പ്രായമുള്ള TVK എന്ന പാർട്ടി തമിഴ്നാട് ഭരിക്കാൻ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ആരുടെ കൂടെ നിൽക്കും വിജയ് എന്നുള്ള ചോദ്യമാണ്. അതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇപ്പോഴും നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ, ട്വിറ്ററിൽ, എക്സിൽ കയറി നോക്കിയാൽ രാഹുൽ ഗാന്ധി പിൻ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പിൻ ചെയ്തിരിക്കുന്ന പോസ്റ്റ് വിജയിയോടുള്ള അഭിനന്ദനം സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പിൻഡ് പോസ്റ്റിൽ എന്താണ് ഇരിക്കുന്നത്? കോൺഗ്രസുമായിട്ട് ഒരു അലയൻസിലേക്ക് TVK നീങ്ങുമോ എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാണ്. എന്തായാലും TVK BJPയുമായിട്ടോ DMK ആയിട്ടൊന്നും കൂടി വരാൻ പോകുന്നില്ല. കാരണം വിജയ് ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പൊളിറ്റിക്കൽ ഡിഫറൻസസ്, ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഒക്കെയുമായിട്ട് BJPയും DMKയുമായിട്ടുണ്ടെന്നുള്ളത് TVK ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും വിജയ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ 10 പേരെ ചേർക്കും, 10 പേരെ എങ്ങനെ കൂട്ടം നിർത്തുമെന്നുള്ള സ്വാഭാവികമായ ചോദ്യവും കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഓർക്കുക, വിജയ് 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഒന്ന് പെരമ്പൂറും ഒന്ന് തിരുച്ചിറപ്പള്ളി ഈസ്റ്റും. അതിലൊരു മണ്ഡലവും കൂടി എങ്ങനെയായിരിക്കും വിജയ് തീരുമാനിക്കുക, അതിലെങ്ങനെയായിരിക്കും ബാക്കി കളികൾ നടക്കുക എന്നുള്ള ചോദ്യങ്ങൾ കൂടി നിൽക്കുകയാണ്. അതിനിടയിൽ തന്നെ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ താരങ്ങൾ എല്ലാവരും തന്നെ പോസ്റ്റുമായിട്ട് രംഗത്തെത്തി. രജനീകാന്തും കമൽഹാസനും ഉൾപ്പെടെയുള്ളവർ, DMKക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ വിജയെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. നടന്മാരായ വിക്രം പോസ്റ്റ് ചെയ്യുന്നു, പല രീതിയിലും ശിവകാർത്തികേയൻ പോസ്റ്റ് ചെയ്യുന്നു, അനിരുദ്ധ് പോസ്റ്റ് ചെയ്യുന്നു, ആറ്റ്ലിയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ അവരൊക്കെ വിജയ്ക്കൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളതും ഏകദേശം ഒരു ധാരണയുണ്ട്. നടി തൃഷ വിജയുടെ വീട്ടിലേക്ക് എത്തി. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ ഡിഫറൻസ് പ്രകാശ് രാജിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പ്രകാശ് രാജ് വിജയെ വിമർശിക്കുന്നുണ്ട്, തമിഴ്നാട് സമൂഹത്തെ വിമർശിക്കുന്നുണ്ട്. പ്രകാശ് രാജ് പറയുന്ന ഇപ്രകാരമാണ്: തമിഴ്നാട് ജനത ഇപ്പോഴും രാഷ്ട്രീയമായ ഒരു ജനതയായിട്ട് മാറിയിട്ടില്ല, ഇപ്പോഴും ഒരു താരാരാധനയായി നിൽക്കുന്ന ജനതയാണ് എന്നുള്ള വിമർശനം, അതായത് ജനവിധിയോടുള്ള വിമർശനം പ്രകാശ് രാജ് ഉന്നയിക്കുകയാണ്. പ്രകാശ് രാജ് ജനവിധി മാനിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ പ്രകാശ് രാജിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പ്രകാശ് രാജൊക്കെ തുടക്കം തൊട്ട് തന്നെ വിജയെ വല്ലാത്ത രീതിയിൽ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. സിനിമയിൽ താൻ ഒരു സ്ഥാനം കിട്ടി, ഒരു കസേര കിട്ടിയെങ്കിൽ അത് ആ ജനങ്ങളെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിക്കരുത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് പ്രകാശ് രാജ്. ആ പ്രകാശ് രാജിന് കിട്ടിയ ഏറ്റവും വലിയ കരണത്തടിയാണ് വിജയുടെ വിജയം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ്റെ പുറത്താണോ അതോ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണോ എന്നറിയില്ല. പ്രകാശ് രാജിൻ്റെ ഈ വാക്കുകൾ, ഭയങ്കരമായ വിമർശനങ്ങൾ വീണ്ടും പ്രകാശ് രാജിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി TVKയിലേക്ക് വരാം. 2 വർഷം മാത്രം പരിചയമുള്ള TVK എങ്ങനെയാണ് തമിഴ്നാട് പോലൊരു സംസ്ഥാനത്തെ ഭരിക്കാൻ പോകുന്നത്? വിജയ്ക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ? രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും TVKക്ക് എത്ര വലിയ ശക്തിയുണ്ടോ? വിജയ് എന്ന വ്യക്തിയിൽ നിന്നും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പാർട്ടിയായിട്ട് TVK നിൽക്കുമ്പോൾ അത് മാത്രം മതിയോ സംസ്ഥാനത്തെ മൊത്തമായിട്ട് നോക്കിക്കാണാൻ എന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. വെറും 2 വർഷവും 2 മാസവും മാത്രം പ്രായമുള്ള TVKക്ക് ഒക്കുമോ തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനം ഭരിക്കാൻ എന്നുള്ള ചോദ്യങ്ങൾ, പല രീതിയിലുള്ള സംശയങ്ങൾ, തർക്കങ്ങളൊക്കെ നിൽക്കുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് വിജയെക്കുറിച്ച് മാത്രം സംസാരിക്കാം. 2009 തുടങ്ങി വിജയ് പരിപാടി, അതായത് വിജയ് മക്കൾ ഇയക്കം എന്ന പാർട്ടി അല്ലെങ്കിൽ ഒരു ഫാൻസ് ഗ്രൂപ്പോ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് തുടങ്ങി വെച്ചതാണ്. 2021 പഞ്ചായത്ത് ഇലക്ഷൻസിൽ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വിജയ് മക്കൾ ഇയക്കത്തിൽ വിജയ് മത്സരിച്ചിട്ട് പോലുമില്ല, വിജയ് രംഗത്തെത്തിയിട്ടില്ല. ആകെ ഉപയോഗിച്ചത് വിജയുടെ ഫോട്ടോയും അത് വെച്ച് കുറച്ച് കൊടികളും മാത്രമാണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഓളം വിജയ്ക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു തുടക്കത്തിലൊരു ചെക്ക് പോയിന്റ് ആയിരുന്നു. അറിയണമായിരുന്നു എവിടെയാണ് പൾസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ രീതി എന്നുള്ളത്. ഒരു കാര്യം ആദ്യമേ പറയാം, മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് കമൽഹാസൻ മത്സരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ കിട്ടിയിരുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 2%. തകർന്നടിയുന്ന കാഴ്ചയായിരുന്നു മക്കൾ നീതി മയ്യത്തിന് സംഭവിച്ചത്. അതുപോലെ തന്നെ രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് രജനിയുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കാരണം രജനിക്ക് അത്
മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ TVKയുടെ ജനറൽ സെക്രട്ടറിയായ ആദവർജുന രജനീകാന്തിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദവർജുന പറഞ്ഞിരുന്നത് രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാത്തത് DMK ഭയന്നിട്ടാണ് എന്നത് പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ട് രജനീകാന്ത് പറയുകയും ചെയ്തു, ഇമാതിരി ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് പറയരുത് എന്നുള്ളത്. അത് TVKക്കെതിരെയും വിജയ്ക്കെതിരെയുമായിട്ട് രജനീകാന്ത് കൊടുത്ത മറുപടിയും കൂടിയാണ്. അതേ രജനീകാന്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിജയിച്ചതിൻ്റെയും TVKയുടെ ഇത്രയും വലിയൊരു വിജയത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായത്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളുമുണ്ട്. കമൽഹാസനാവട്ടെ DMKയുടെ ടിക്കറ്റിൽ നിന്നുകൊണ്ടാണ് രാജ്യസഭ MP ആകുന്നത്. എന്നിട്ടും കമൽഹാസൻ TVKയെ ശക്തമായ രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തി, സ്റ്റാലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും കൂടുതൽ ആളുകൾ ഞെട്ടിയത് കുളത്തൂരിൽ സ്റ്റാലിൻ്റെ പരാജയം തന്നെയാണ്. VS ബാബു എന്ന TVKയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നിന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ പരാജയപ്പെട്ടു എന്നത് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഫിഗറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അവിശ്വസനീയമായ കാഴ്ചയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്റ്റാലിൻ പരാജയപ്പെടുമെന്ന് പലരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഉദയനിധി സ്റ്റാലിൻ വരും. സോ ഉദയനിധി സ്റ്റാലിൻ വേഴ്സസ് വിജയ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അവിടെയും ഓർക്കുക, രണ്ടും സിനിമാ താരങ്ങളാണ്. ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രധാനപ്പെട്ട നടനാണ് തമിഴ്നാട്ടിൽ. വിജയെ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദളപതി എന്ന് സ്നേഹത്തോടെ ആരാധകർ വിളിക്കുന്നത്. ദളപതി തലവരാകുന്ന മാറുന്ന കാഴ്ച, ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായി മാറുന്ന കാഴ്ച, ഒരു സിനിമാറ്റിക് ഫീല് നിയമസഭയിലേക്ക് പോകുന്നതിന് മുമ്പേ തമിഴ്നാട് ഇലക്ഷനിൽ സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഓർക്കുക, സർക്കാർ എന്ന വിജയ് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, സർക്കാർ സിനിമയിൽ എന്താണോ വിജയ് പറയുന്നത് അത് തന്നെയാണ് TVK ഇത്തവണത്തെ ഇലക്ഷനിൽ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ദറ്റ്. സിനിമയിൽ സംഭവിച്ച കാര്യം യഥാർത്ഥ ജീവിതത്തിൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ഗട്ട്സ് ഒന്നും പോരാ. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് സിനിമയും ബയോപിക്കുമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ തിരിച്ച് സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് വേണം എന്നുള്ളതാണ്. പക്ഷേ വിജയ് ആരാധകർ അവർ തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുള്ളതെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. TVKയുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. TVK കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ അത്രമാത്രം ഉള്ളതാണ്. എല്ലാ കുടുംബത്തിനും 1 വർഷം 6 LPG സിലിണ്ടർ കൊടുക്കുക, പുതുതായി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് പട്ടുസാരിയും 1 പവൻ സ്വർണവും കൊടുക്കുക, കർഷകരുടെ ലോണുകൾ, പ്രത്യേകിച്ച് അതിനെപ്പറ്റി കരിമ്പ് കർഷകരുടെ കാര്യം സംസാരിക്കുന്നുണ്ട്, റെസിഡൻഷ്യൽ സ്കൂൾ, ഫ്രീ റെസിഡൻഷ്യൽ സ്കൂളുകൾ നൽകുമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും വിജയ് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് പാഴ്വാക്കുകളാവില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് തമിഴ്നാട് ജനത വിജയിയെ ഈ ത്രോണിലേക്ക് ഏറ്റിവെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷേ അതിനെല്ലാത്തിനേക്കാളുപരി വിജയ് ഇതിനു മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. വിജയ് ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല. അങ്ങനെ വാർഡ് മെമ്പർ പോലും ആവാതിരുന്ന വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോഴേക്കും രാഷ്ട്രീയം അറിയോ, ജനങ്ങളുടെ പൾസ് അറിയുമോ? സിനിമയിൽ നിന്ന് കൈയടിപ്പിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നുള്ള പ്രകാശ് രാജിൻ്റെ വാക്കുകളോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ പല രീതിയിലുമുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് വിജയ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, വിജയുടെ രാഷ്ട്രീയം ഇന്ന് തൊട്ട് ആരംഭിക്കും. വിജയ് ഇനി അടുത്ത 2 ആഴ്ചത്തേക്ക് ഇപ്പോൾ ഗവർണറോട് കൊടുത്തിരിക്കുന്ന കത്ത് പറയുന്നത് പോലെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളൊരു ഗവൺമെൻറ് രൂപീകരിക്കുമെന്ന് ഗവർണറോട് പറഞ്ഞത് ഈ 2 ആഴ്ചയിൽ എങ്ങനെയാണ് TVK കരുക്കൾ നീക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും എപ്പോഴും ശത്രുക്കളുമില്ല, എപ്പോഴും മിത്രങ്ങളില്ല എന്ന് പറയുന്നത് പോലെ TVK അവരുടെ ആ ഒരു മാജിക്കൽ ഫിഗർ, ആ ഒരു 10 അക്കം കൊണ്ടുവരാൻ, 10 പേരെ കൂട്ടുപിടിക്കാൻ എവിടെ നിന്ന്, ആരൊക്കെ, എങ്ങനെയൊക്കെ, എന്തൊക്കെ എന്നുള്ള നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള മറുപടി വരുന്ന ഓരോ ദിവസങ്ങളിൽ നിന്നും കിട്ടും. ആ ഓരോ ദിവസങ്ങളും വളരെ നിർണായകമായ ദിവസങ്ങളാണ്. അതിൽ നിന്നും ഏറ്റവും പ്രധാനമായ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം വിജയ് എന്ന വ്യക്തി മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം രാഷ്ട്രീയപരമായി നീക്കം ചെയ്യുക. കാരണം ഇതൊരു രാജതന്ത്രം, ഒരു ചെസ് ഗെയിം പോലെയായിട്ടാണ് തോന്നുന്നത്. ആ ചെസ്സിലെ കരുക്കൾ നീക്കുന്നത് പോലെ അത്രയും സൂക്ഷ്മതയോടെ വിജയ് എങ്ങനെയാണ്, TVK എങ്ങനെയാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ നടത്തിയെടുത്ത് ഇതൊരു ഗവൺമെൻറ്റായിട്ട് രൂപീകരിക്കുക, ഒരു ഭരണകൂടം രൂപീകരിക്കുക എന്നുള്ള കാഴ്ചയിലേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കുകയാണ് ഓരോ ജനതയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.